മറ്റൊരു ചോദ്യം, ജമാഅത്ത് കഴിഞ്ഞ് വൈകി വന്ന ഒരാൾ ഒറ്റയ്ക്ക് നിസ്കരിക്കുമ്പോൾ അയാളുടെ കൂടെ സ്വതക്കയായി കൂടെ നിസ്കരിക്കാറുണ്ട്. മഗ്‌രിബ് നിസ്കാരം ഇതുപോലെ ഒരാളെ കൂടെ നിസ്കരിച്ചപ്പോൾ സലാം വീട്ടിയ ശേഷം ഒരു അറബി പറഞ്ഞു, ഒന്നുകിൽ നിങ്ങൾ 4 റക്അത്ത് നിസ്കരിക്കുക, അല്ലെങ്കിൽ 2, അത്രയേ പാടുള്ളൂ, 3 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാൻ പാടില്ല എന്ന്. ഇത് ശരിയാണോ? നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. എപ്പോഴും ഈ എല്ലാവർക്കും സ്വതക്ക കൊടുക്കുക എന്നുള്ളത്, ഒരാൾ ജമാഅത്ത് പിന്തി വരിക, അവരുടെ കൂടെയും ഞാൻ നിസ്കരിച്ചു, അപ്പോഴേക്ക് വേറൊരാൾ വന്നു അവരുടെ കൂടെയും നിസ്കരിച്ചു, അങ്ങനെയുള്ള ഒരു നമസ്കാരമല്ല. സ്ഥിരമായി ജമാഅത്തിന് പങ്കെടുക്കുന്ന ഒരു വ്യക്തി അവർക്ക് എന്തെങ്കിലും കാരണത്താൽ ജമാഅത്ത് നഷ്ടപ്പെടുന്ന സമയത്ത് അവൻ ആ ജമാഅത്തിൻ്റെ പ്രതിഫലം നഷ്ടപ്പെടരുത് എന്ന ഉദ്ദേശത്തിൽ അവിടെ കൂടിയിരിക്കുന്ന ആർക്കെങ്കിലും അവൻ്റെ കൂടെ ഒന്ന് നമസ്കരിച്ച് കൊടുക്കാവുന്നതാണ്. അതിന് പ്രശ്നമല്ല. അത് ഏത് നമസ്കാരമാണെങ്കിലും ആ നമസ്കാരം നമുക്ക് എന്ത് ചെയ്യാം, നിസ്കരിക്കാം. അത് ഫറലാണെങ്കിൽ എന്ന് വെച്ചാൽ 3 റക്അത്തുള്ള നമസ്കാരമാണെങ്കിൽ ആ 3 റക്അത്തുള്ള നമസ്കാരം തന്നെ നിർവഹിക്കുക. അതേപോലെ തന്നെ 4 റക്അത്തുള്ള നമസ്കാരമാണെങ്കിൽ 4 റക്അത്തുള്ള നമസ്കാരം തന്നെ നമുക്ക് നിർവഹിക്കാം. 2 ആണെങ്കിൽ 2 തന്നെ നമുക്ക് നിർവഹിക്കാം. അതിന് തെറ്റില്ല. ആ നമസ്കാരം തന്നെ സുന്നത്തായിട്ടാണ് നിർവഹിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഒരാൾക്ക് മഗ്‌രിബ് നമസ്കാരത്തിന് ഇമാമ് നിന്ന് നമസ്കരിക്കുകയാണ്. മഗ്‌രിബ് നമസ്കാരത്തിന് നിങ്ങളുടെ പിന്നിൽ നിന്നിട്ട് ഞാൻ നമസ്കരിക്കുന്നു, ഞാൻ മഅ്മൂമാണ്. പക്ഷേ ഒരു ഇമാമും ജമാഅത്തുമായിട്ട് നമസ്കരിക്കാൻ ആളില്ലാത്ത ഒരു സ്ഥലത്തേക്ക് ഞാൻ അവിടെ ഇമാമ് നിൽക്കേണ്ട ഒരു അവസ്ഥ വരികയാണെന്നുണ്ടെങ്കിൽ എനിക്ക് അവർക്ക് വേണ്ടി മഗ്‌രിബ് നമസ്കാരം ഇമാമായിട്ട് നിന്ന് നമസ്കരിക്കാം. അപ്പോൾ ഞാൻ 3 റക്അത്ത് തന്നെയാണ് നമസ്കരിക്കേണ്ടത്, അതിൽ കൂടുതലല്ല നമസ്കരിക്കേണ്ടത്. അപ്പോൾ ആ നമസ്കാരം തന്നെ സുന്നത്തായി വരികയാണ് എന്നർത്ഥം. അതുകൊണ്ട് പ്രശ്നമല്ല. പ്രത്യേകിച്ച് മഗ്‌രിബ് എന്ന് പറയുന്നത് രാത്രിയിലുള്ള നമസ്കാരമാണ്. കാരണം സൂര്യൻ അസ്തമിച്ചതിന് ശേഷമാണല്ലോ. രാത്രിയുള്ള നമസ്കാരത്തിൽ സുന്നത്ത് ഒറ്റയായിട്ടുണ്ട്. തഹജ്ജുദ് നമസ്കാരം, വിത്ർ നമസ്കാരം നമുക്ക് ഒറ്റയായിട്ടുള്ളതാണ്. അതുകൊണ്ട് രാത്രിയിലുള്ള നമസ്കാരം ഒറ്റയായിട്ട് ചെയ്യാവുന്നതാണ്. അതിന് പ്രശ്നമല്ല. ആ പറഞ്ഞ അറബിയാണ് വിചാരിച്ചിട്ട് ആലിമാകണം എന്നില്ലല്ലോ. അതുകൊണ്ട് ആ പറഞ്ഞതാണ് തെറ്റ്. അതോടൊപ്പം ഇപ്പോൾ സംസാരിച്ചപ്പോൾ ഉത്തരം പറഞ്ഞപ്പോൾ വന്ന ഒരു സംശയം, ഇപ്പോൾ രാത്രിയിലാണല്ലോ, അപ്പോൾ സുന്നത്തായി അത് ഗണിക്കപ്പെടും എന്ന് പറഞ്ഞു. അതെ അതെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വിത്ർ നിസ്കരിക്കുമ്പോൾ പിന്നെ 4 നിസ്കരിക്കേണ്ടതുണ്ടോ? എങ്ങനെ? പകലിലാണ് നിസ്കരിക്കുന്നത്. രാത്രി തഹജ്ജുദ് നമസ്കരിക്കുന്ന നമസ്കാരം വിത്ർ നമസ്കാരല്ലേ, ആ നമസ്കാരം നമ്മൾ മറന്നുപോയി. ഇനി പകലിലാണ് അത് നമ്മൾ നമസ്കരിക്കുന്നത്. പകൽ സമയത്ത് ഇരട്ടയായിട്ടേ സുന്നത്തുള്ളൂ. അതായത് ഇപ്പോൾ മഗ്‌രിബിന്റെ കൂടെ വീണ്ടും ഒരു മഗ്‌രിബ് നിസ്കരിച്ചു. അപ്പോൾ ആ നിസ്കരിക്കുന്ന രണ്ടാമത് നിസ്കരിച്ച വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത് 3 റക്അത്ത് സുന്നത്തായി ഗണിക്കപ്പെടുന്നു. ഉസ്താദ് പറഞ്ഞല്ലോ. അപ്പൊ അങ്ങനെയാണ് അത് മഗ്‌രിബ് തന്നെ സുന്നത്താകണം. മഗ്‌രിബ് എന്ന നമസ്കാരം തന്നെ സുന്നത്തായിട്ടാണ് വരുന്നത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങൾ കുറെ കാലം കഴിയുന്ന സമയത്ത് നമസ്കാരം അതിന്റെ വഖത്തിൽ നിന്ന് തെറ്റിക്കുന്ന ഭരണാധികാരികൾ ഉണ്ടാകും. നമസ്കാരത്തിൻ്റെ സമയത്ത് നമസ്കരിക്കാതെ കുറേ തെറ്റിച്ച് നമസ്കരിക്കുന്ന ഭരണാധികാരികൾ ഉണ്ടാകും. ആ സമയത്ത് ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് സ്വഹാബത്ത് ചോദിച്ചപ്പോൾ, നിങ്ങൾ ഒറ്റയ്ക്ക് നമസ്കരിക്കുക, സമയത്ത് വഖത്തിൽ ഒറ്റയ്ക്ക് നമസ്കരിക്കുക. എന്നിട്ട് അവർ ജമാഅത്ത് നടത്തുന്ന സമയത്ത് ജമാഅത്ത് ഇമാമിൻ്റെ കൂടെ നിർബന്ധമാണല്ലോ, ഭരണാധികാരിയുടെ കൂടെ നിർബന്ധമാകും. ആ സമയത്ത് അവരുടെ കൂടെയും നിങ്ങൾ നമസ്കരിക്കുക, നിങ്ങൾക്ക് ആ നമസ്കാരം സുന്നത്താകും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യാവുന്നതാണ്.